കോഴിക്കോട് നാദാപുരത്ത് വീടിന് മുന്നിൽ നിർത്തിയിട്ട സ്കൂട്ടറിന് തീവച്ച സംഭവത്തിൽ ഒരാൾക്കെതിരെ പോലീസ് കേസെടുത്തു. അയൽവാസിയായ ആഷിഫിനെതിരെയാണ് കേസെടുത്തത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണം എന്ന് സംശയം. നാദാപുരം സ്വദേശി അഷ്റഫിന്റെ സ്കൂട്ടറിനാണ് തീയിട്ടത്. നേരം വെളുത്ത് 5:20 ഞാൻ എണീക്കുമ്പം സൈക്കിൾ കത്തിയിട്ടാണ് കാണുന്നത്. അതിൽ പാസ്പോർട്ട് ഉണ്ട്, ലൈസൻസ് ഉണ്ട്, ബാങ്കിൽ എന്തെല്ലോ കാർഡുണ്ട്, അതെല്ലാം സൈക്കിളിലുണ്ട്. പാസ്പോർട്ട് പുതുക്കേണ്ടിയിട്ട് ഞാൻ സൈക്കിൾ എടുത്ത് വെച്ചേന്, എൻ്റെ മോളെ പാസ്പോർട്ട്. ബാഗ് അടക്കം കത്തിപ്പോയിക്ക്. വീട്ടിൽ കയറിയിട്ട് ഇരുന്നിക്ക് കസേരൻ്റെ മുകളിൽ കാലിൻ്റെ അടിയുണ്ട്. അവൻ്റെ പെട്രോളും കൊണ്ടാണ് അവൻ വന്നത്. ആളെ സംശയം തന്നെയേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസുകാർ വന്നത് രാവിലെ. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? പോലീസ് നടപടിയുടെ വിശദാംശങ്ങൾ എന്താണ്? വേണു, കഴിഞ്ഞ ദിവസം രാത്രിയാണ് വീടിനു മുന്നിൽ നിർത്തിയിട്ട ഇരുചക്രവാഹനം കത്തി നശിച്ചത്. വീട്ടുകാർ രാവിലെ ഉറക്കമുണർന്നു നോക്കുമ്പോൾ വാഹനം പൂർണ്ണമായും കത്തിയ നിലയിലായിരുന്നു. തുടർന്നവർ നാദാപുരം പോലീസിൽ കണ്ട് പരാതി നൽകുകയായിരുന്നു. ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അയൽവാസിയായ ആഷിഫ് എന്നയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. വ്യക്തിവൈരാഗ്യമാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇവർ നിലവിൽ പ്രാഥമികമായി പോലീസ് ഉൾപ്പെടെ സംശയിക്കുന്നത്. നേരത്തെ തന്നെ പലതവണ ഈ സ്കൂട്ടർ ഉടമയായ അഷ്റഫിന്റെ വീട്ടിൽ കയറി ഈ ആഷിഫ് ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പലതവണ പോലീസിലെത്തി ഈ അഷ്റഫ് പരാതിയും നൽകിയിരുന്നു. പക്ഷേ പലപ്പോഴും പോലീസ് ഈ പരാതി അവഗണിച്ചു എന്നുള്ളൊരു ആരോപണം കൂടി അഷ്റഫ് ഉയർത്തുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രി അഷ്റഫിന്റെ വീട്ടിലെത്തിയ ആഷിഫ് ഈ സ്കൂട്ടറിന് തീയിട്ടു എന്നുള്ളതാണ് അഷ്റഫിന്റെ ആരോപണം. നിലവിൽ ഈ ഒരു ആരോപണത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പറയുന്നതനുസരിച്ച് പോലീസിനെ ആക്രമിച്ചതടക്കമുള്ള നിരവധി കേസുകളിൽ പ്രതി കൂടിയാണ് ഈ ആഷിഫ് എന്നയാൾ. വേണു, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.